സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗോപിനാഥൻ നായർ. ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ താൽപര്യങ്ങളായിരുന്നു അമ്മയുടെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ചത്. 93-ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഒരു നിയോഗം പോലെയായിരുന്നു ഗോപിനാഥൻ നായർ അമൃതപുരി ആശ്രമത്തിലേക്ക് കടന്നുവരുന്നത്. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം. അമ്മയുടെ സ്പർശനത്തിലൂടെ ആത്മീയതയുടെയും കാരുണ്യത്തിന്റെയും സാഗരം തിരിച്ചറിഞ്ഞു. അമ്മയുടെ വാക്കുകളിലൂടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുത്തരം കിട്ടിയപ്പോൾ ആ മുഖം ഒരു യോഗിയുടേതെന്ന പോലെ പ്രകാശിതമായി. പിന്നീട് അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തനായി ആശ്രമത്തിൽ തുടർന്നു. ഒപ്പം ഭാര്യ രാധാഭായിയും. ആശ്രമത്തിലെ സജീവ പ്രവർത്തകനായി തുടരുമ്പോഴായിരുന്നു തന്റെ സഹോദരിയുടെ മകൻ കൂടിയായ നടൻ മോഹൻലാലിനെ അമ്മയുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്. പിന്നീട് അഭിനയരംഗത്തും ആത്മീയ രംഗത്തും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മോഹൻലാലിന്റെയും വഴികാട്ടിയായി. 14 വർഷക്കാലം അമൃതപുരി ആശ്രമത്തിലെ സ്ഥിരം അന്തേവാസിയായി കഴിഞ്ഞുവരുമ്പോഴായിരുന്നു നിയോഗം പൂർത്തീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദേഹവിയോഗം. ലളിതമായ ഇടപെടലുകളിലൂടെ സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുത്ത ഗോപിനാഥൻ നായരുടെ വേർപാട് ആശ്രമവാസികൾക്ക് ഏറെ വേദന നിറഞ്ഞതായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശ്രമത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജർ കൂടിയായിരുന്ന ഗോപിനാഥൻ നായരുടെ ഭൗതികദേഹം അവസാനമായി കാണാൻ മുൻകാല സഹപ്രവർത്തകരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അമൃതപുരിയിലെത്തി. പ്രിയ ശിഷ്യന്റെ സംസ്കാര ചടങ്ങുകൾ അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. പ്രാർത്ഥനകളിലൂടെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും ആശ്രമവും ഒന്നടങ്കം ഗോപിനാഥൻ നായർക്ക് യാത്രാമൊഴി നൽകി. അമൃതപുരി ആശ്രമത്തിൽ പ്രത്യേകം ഒരുക്കിയ ഇടത്തായിരുന്നു സംസ്കാരം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോളേജ് ലെക്ചററായ ഏകമകൾ ഗായത്രിയുടെ ഭർത്താവ് രാജേഷ് ചിതയ്ക്ക് തീ പകർന്നു. അമൃത ന്യൂസ്, കൊല്ലം.